അങ്ങനെ AMMA അസോസിയേഷനിലെ തല്ലും പിടിയും കച്ചറിയും പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിരിക്കുകയാണ്. പൊതുജനങ്ങൾ നമ്മളെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഇവരെടുക്കുന്ന സിനിമകളൊക്കെ പോയി കണ്ട് ഇവർക്കൊക്കെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ കൊടുത്ത് സൊസൈറ്റിയിൽ ഇവർക്കൊരു പ്രത്യേക പൊസിഷൻ, സിനിമ കാർ എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇന്ന് ഇവരുടെ അത്ര ഈഗോ, ഇവരുടെ അത്ര പേഴ്സണൽ ഗ്രഡ്ജ്, ഇവരുടെ അത്ര ഈ തല്ല്, സത്യത്തിൽ നമ്മൾ ജനങ്ങൾ ഇത് കാണുമ്പോൾ ചിരിക്കുകയാണ്. ഇന്നാ പോലും ഇവർക്കിത് മനസ്സിലാവില്ല. ഇതൊന്നും പുറത്ത് വിടാതിരിക്കുക, മിണ്ടാതിരിക്കുക. ഞേ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നു, ഓഡിയോ പുറത്ത് വരുന്നു, ഒരാൾ മറ്റേ ആൾക്ക് വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡ് പുറത്ത് വരുന്നു. ആകെ മൊത്തം പബ്ലിക് ഓഡിറ്റിന് ഇട്ട് കൊടുത്ത് തമ്മിലടി തന്നെ പരിപാടി. എന്തായാലും കാണാനും കേൾക്കാനും നല്ല രസമുണ്ട്. കാരണം സെലിബ്രിറ്റീസിൻ്റെ കച്ചറകളും തല്ലും പിടിക്കുകയാണല്ലോ. അൻസിബ ഹസൻ, ഞാൻ ഈ വിഷയത്തിൽ സംസാരിച്ച് തുടങ്ങിയ ഫസ്റ്റ് വീഡിയോ മുതൽ ഞാൻ പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ എനിക്കും പേഴ്സണലി തോന്നിയൊരു കാര്യം, അൻസിബയുടെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ട്. കുറച്ചധികം ന്യായമുണ്ട്. അവിടെ 2-3 ഗ്യാങ് ആയിട്ടാണ് AMMയിൽ കാര്യങ്ങൾ പോണേന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് കുക്കു ടീം, സെക്രട്ടറിയും ടീമും പ്രസിഡൻറ്റും ടീമും, അൻസിബേനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരും അൻസിബി, ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ കേസുകൾ, അൻസിബാസം കൊടുത്തൊരു കേസ്, നീന കുറുപ്പ് കൊടുത്തൊരു കേസ്, പിന്നെ അവിടുത്തെ ഓഫീസ് സ്റ്റാഫായിട്ടുള്ളൊരു ലേഡി കൊടുത്തൊരു കേസ്, 3 കേസും. ഇങ്ങനെ ഈ സാധനം ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ അൻസിബയെ ഇവർ ഈ പല അവിഹിത ആരോപണങ്ങൾ, അതുപോലെ അൻസിബയുടെ മതം പറഞ്ഞുള്ള അൻസിബയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ടിനി ടോം ഇങ്ങനെയൊന്നും പറയില്ല, ടിനി ടോം നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഇല്ല, ടിനി ടോമിൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യത്തിലധികം, ടിനി ടോം മാത്രമല്ല വേറെ കുറേ സീനിയർ ആയിട്ടുള്ള ആക്ട്രസസ്മാർ മതവും ജാതിയും പറഞ്ഞ് ഈ കലാകാരുടെ ഇടയിൽ തന്നെ കിടന്ന് വിഷം തുപ്പി ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വന്ന കാര്യങ്ങളാണ്. 1 കോടി നഷ്ടപരിഹാരം വേണമെന്ന് അൻസിബ പിന്നോട്ടില്ല. അവിഹിത കഥകൾ മെനഞ്ഞെടുക്കുന്നു ബാക്കിയുള്ള ആൾക്കാർ അൻസിബയ്ക്കെതിരെ കേട്ടോ. പിന്നെ അൻസിബ ഒരു ടീമിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മാലാപാർവതി, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ കുറച്ച് രമേഷ് പിഷാരടി, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ടീം വേണം. അൻസിബയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരാണ് കേൾക്കേണ്ടത്. അത് AMMA അസോസിയേഷനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് റിജക്റ്റ് ചെയ്തു വരും. അങ്ങനെ ഒരു സ്പെഷ്യൽ ടീമിന് അൻസിബയുടെ പ്രശ്നങ്ങൾ പറയാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ജനറൽ ബോഡിയിൽ വേണമെങ്കിൽ വന്നിട്ട് പറഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൽ വന്നിട്ട് പറഞ്ഞിട്ട് പോകുക എന്നുള്ള രീതിക്ക് അവർ തട്ടിക്കളഞ്ഞു. അതിനിടയിൽ പ്രസിഡൻറ്റ് ശ്വേത മേനോൻ ഇനി ആരും പുറത്ത് കാര്യങ്ങളൊന്നും പറയരുത്, AMMയുടെ മെമ്പേഴ്സ് എല്ലാം AMMയുടെ അകത്ത് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു ഡിക്ലറേഷനൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കാര്യമൊന്നുമില്ല, കാരണം ഇതൊന്നും പുറത്ത് വരാതിരിക്കൊന്നുമില്ല. അവിടെ എന്ത് തുമ്മിയതും ഒക്കെ പുറത്ത് വരും. അപ്പോൾ അൻസിബ കൊടുത്ത കേസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗുഡ് നൈറ്റ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും. പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി അൻസിബ. ലക്ഷ്മി പ്രിയയുടെ വ്യാജ പരാതിയിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി എന്നാണ് പരാതി. SI രേഷ്മയ്ക്കെതിരെയാണ് പരാതി നൽകിയത്. ലക്ഷ്മി പ്രിയ തനിക്കെതിരെ ഒരു വ്യാജ പരാതി തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അതിനെ തുടർന്ന് ഏകപക്ഷീയമായി തനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ SIയുടെ ഭാഗത്തു നിന്നും പെരുമാറ്റമുണ്ടായി എന്നതാണ്. താൻ ലക്ഷ്മി പ്രിയയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് കണ്ട് ലക്ഷ്മി പ്രിയയുടെ വീട്ടിൽ ലക്ഷ്മി പ്രിയയ്ക്ക് അക്രമം നേരിടേണ്ടി വന്നു. അതായത് ഒരു ഗാർഹിക പീഡനം നടന്നു. അതിന് കാരണം താൻ അയച്ച മെസ്സേജാണ് എന്നതാണ് പോലീസ് സ്റ്റേഷനിൽ ലക്ഷ്മി പ്രിയ നൽകിയ പരാതി എന്നതാണ് അൻസിബ പറയുന്നത്. ആ പരാതിയിലാണ് അൻസിബയെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയത്. എന്നാൽ ഇതിൽ തീരുമാനമുണ്ടാക്കുമ്പോൾ അൻസിബയെ കേൾക്കാതെ, അൻസിബയുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായിട്ടാണ് SI പെരുമാറിയതെന്നും തന്നെ കൊണ്ട് മാപ്പെഴുതിക്കാൻ തയ്യാറായി, പക്ഷേ മാപ്പെഴുതില്ല എന്ന് പറഞ്ഞപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി നൽകാൻ പറഞ്ഞു എന്നതാണ് അൻസിബ പരാതിയിൽ പറയുന്നത്. അത്തരത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതി നൽകുകയും ചെയ്തു. ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടാക്കിയ ഒരു പൊല്ലാപ്പിൻ്റെ തുടർച്ചയിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു പരാതിയിലേക്ക് പോയിരിക്കുന്നത്. അത് ആഭ്യന്തരമന്ത്രിക്ക്, ആഭ്യന്തര സെക്രട്ടറിക്ക്, ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിക്ക്, ഇവർ 3 പേർക്കുമാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ എതിർപക്ഷത്തുള്ള 2 പേർ എന്ന് പറയുന്നത് നടി ലക്ഷ്മി പ്രിയയും അതുപോലെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI ആയിട്ടുള്ള രേഷ്മയുമാണ്. ഇതിൽ അൻസിബ നൽകിയിരിക്കുന്ന പരാതി പ്രകാരം പറയുന്നത്, അൻസിബ ലക്ഷ്മി പ്രിയയ്ക്ക് ജനുവരി മാസത്തിൽ എപ്പോഴോ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു. ഈ വാട്സപ്പ് മെസ്സേജ് ലക്ഷ്മി പ്രിയയുടെ ഭർത്താവ് അതിനെ
തെറ്റിദ്ധരിക്കുന്നു. ഇതേ തുടർന്ന് ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവിനും ഇടയിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെ തന്നെ ഒരു ദിവസം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് തന്നോട് ഈ SI രേഷ്മയും മറ്റും വളരെ മോശമായി പെരുമാറുകയും തന്നെ ഭീഷണിപ്പെടുത്തി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെ ഫോൺ ചെയ്യിച്ച് താൻ തെറ്റായൊന്നും ഉദ്ദേശിച്ചല്ല മെസ്സേജ് അയച്ചത് എന്നുള്ള മറുപടി തന്നിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അത് തനിക്ക് വലിയ അപമാനമുണ്ടാക്കി എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെയും ഈ ലക്ഷ്മിപ്രിയയ്ക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ് അൻസിബയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ തനിക്കുണ്ടായ അപമാനത്തിന് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം വേണമെന്നും ഈ പരാതിയിൽ ആഭ്യന്തരമന്ത്രിയോടും DGPയോടും അൻസിബ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ഈടാക്കിയോ തനിക്ക് 1 കോടി രൂപ നൽകണം എന്നുള്ളതാണ് അൻസിബയുടെ ആവശ്യം. എന്തായാലും മാത്രമല്ല ഈ സംഭവം പറഞ്ഞ് അമ്മ യോഗത്തിൽ പോലും തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നുവെന്നും അൻസിബ പരാതിയിൽ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കും DGPക്കും ഒക്കെ ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ AMMA അസോസിയേഷനിലെ പ്രശ്നം തീർക്കലാണുള്ള പരിപാടി. ഇത് ഈ ഒരു വാട്സാപ്പിൽ ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിൽ അയച്ച മെസ്സേജിൻ്റെ മുകളിൽ തുടങ്ങിയ വിഷയങ്ങളൊന്നും അല്ല എന്നുള്ളത് കഴിഞ്ഞ എൻ്റെ 1-2 വീഡിയോസ് കണ്ടവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പഴയ വീഡിയോ എടുത്തിട്ട് കണ്ടാൽ മതി. AMMA അൻസിബ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് വിഷയം ഫണ്ട് തന്നെയാണ്. ഇവരുടെ ഈ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടി സ്പോൺസർഷിപ്പായിട്ട് വന്ന ഫണ്ടിൻ്റെ മുകളിൽ ചൊറിച്ചിൽ തുടങ്ങിയിട്ട് ഏതെങ്കിലും വഴിക്ക് ഒരാളെ പൂട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പോലീസുകാരൊക്കെ ചെയ്യുന്ന പരിപാടിയിലുണ്ട്. പഴയ കേസൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഒരുത്തിൻ്റെ പേര് ഇട്ട് കൊടുത്ത് പറഞ്ഞാൽ പൂട്ടാനാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ പൂട്ടാം. ഏത് പഴയ കേസ് എടുത്ത് തലയിലിട്ടിട്ട് അങ്ങനത്തെ ഒരു ഐറ്റം. അതായത് ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു മെസ്സേജ് വന്നതിനെ തുടർന്ന് അന്ന് തീർക്കേണ്ട വിഷയങ്ങൾ അന്ന് തീർക്കാതെ FIR ഇടുന്നത് ഈ സ്പോൺസർഷിപ്പിന് അൻസിബ എതിർത്തതിനും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ചാണകമല്ലാതെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്തുള്ള അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ അതങ്ങനെ തുടങ്ങിയൊരു വിഷയമാണ്. അപ്പോൾ ഇത് AMMA അസോസിയേഷൻ്റെ പുറത്തുള്ളൊരു വിഷയമാണോ എന്ന് വെച്ചാൽ ആണ്. പക്ഷേ AMMA അസോസിയേഷനായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമാക്കി വേണമെങ്കിൽ പറയാൻ പറ്റും. അത് അവിടെ തന്നെ തീർക്കാനും പറ്റുന്നൊരു കാര്യമായിരുന്നു. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഈ AMMA അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന കുക്കുവിനെ സത്യത്തിൽ കേരളത്തിൽ മഷിയിട്ട് നോക്കുകയാണെന്നാണ് കേട്ടത് പലരും. ഈ അസോസിയേഷനിലുള്ളവർ തന്നെ പാലക്കാട് ഭാഗത്തുള്ള ഏതോ ഒരു ചെങ്ങായിൻ്റെ അടുത്ത് പോയിട്ട് മഷിയിട്ട് നോക്കുകയാണ് ഇപ്പോൾ കുക്കു എവിടെയാണെന്നുള്ളത്. കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കുക്കുവിനെ എന്നാണ് പറയുന്നത്. കുക്കുവിനെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ വെച്ച് സെർച്ച് ചെയ്താലടക്കം നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ അസോസിയേഷൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഇങ്ങനത്തെ പരിപാടികളുടെയും തലപ്പത്ത് കയറിയിരിക്കും. പിന്നെ ഒരു പണി എടുക്കാതെ അവിടെ നിന്ന് വാനിഷ് ആവും. പിന്നെ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും വേണ്ടിയിട്ട് ചമച്ചപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സാധനങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു ഡൂബിയസ് ബാക്ക്ഗ്രൗണ്ടാണ് ഇവർക്കുള്ളതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കാര്യങ്ങൾ വന്നത് ഞാൻ ഫേസ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റില്ല. പിന്നെ എന്ത് കാണാനാവണോ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് കയറി ഇരുന്നത്. പിന്നെ ഒരു കാര്യം അറിയാം ജനറൽ സെക്രട്ടറി കുക്കുവിന്, വരുന്ന ഇമെയിലുകൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ അതിൽ വിദഗ്ധയാണെന്നാണ് പറഞ്ഞത്. ഇമെയിൽ ഡിലീറ്റിംഗ് വിദഗ്ധ എന്നാണ് അത്ര കുക്കു അറിയപ്പെടുന്നത്. അതങ്ങനെ പോകുന്നു ഒരു സൈഡിൽ. അപ്പം അൻസിബയും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള വിഷയമാണ് AMMA അമ്മമ്മ, ഇനി അമ്മ എന്ന് വിളിക്കണ്ട, അമ്മമ്മ. ഇത് കുറച്ചുകൊണ്ട് വയസ്സായിട്ടുണ്ട്. ഈ അമ്മമ്മയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്കും അത് തോന്നണ്ട, ഞാനും തോന്നുന്നില്ല. കാരണം അവിടുത്തെ വിഷയം അതൊന്നുമല്ല. അവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഫണ്ട് തന്നെയാണ് പ്രശ്നം, സ്പോൺസർഷിപ്പ് തന്നെയാണ് പ്രശ്നം. പിന്നെയൊക്കെ ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷുകൾ, പരസ്പരം ഒരു സ്ഥാനത്ത് കയറിയിരിക്കണം. ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്, വലിയ വലിയ ഫിഗേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഇതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ ഇവരിതിൽ ഇൻവോൾവ് ചെയ്ത സമയങ്ങളിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, ഒരു ഫൈനൽ സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. ലാലേട്ടനോ മമ്മൂക്കയോ ഇടപെട്ടിട്ട് ഇത് മതി, ഇത് ഇങ്ങനെ നിർത്തിക്കുമെന്ന് പറഞ്ഞാൽ അവരൊക്കെ നിർത്തും. കാരണം അവരിലൂടെയാണ് ഈ സംഘടനയിലേക്ക് പ്രമോഷൻ അടക്കം അവരുടെ മുഖം വെച്ചിട്ടാണ് അവർ ഈ സംഘടന ബ്രാൻഡ് ചെയ്യുന്നതും ഇതിലേക്ക് ഫണ്ടും ഇതിലേക്ക് അഡ്വർടൈസ്മെൻറ്റും ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ചീഞ്ഞ നാറിയ നാറ്റ കേസിൽ ഇവരാരും ഇടപെടാൻ പോകുന്നില്ല. ഒന്നാമത് ഈ അൻസിബയും ലാലേട്ടനെയും വെച്ചിട്ട് ഇല്ലാത്ത അപരാധക്കഥകൾ മൊത്തം അടിച്ചിറക്കുന്ന ടീമുകളാണ് അവർ. അപ്പോൾ അൻസിബയും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ലാലേട്ടൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഇനി വേറെ കഥകൾ ഇവർ അടിച്ചടക്കും. ആ പേടി കൊണ്ടായിരിക്കും ലാലേട്ടൻ വരാതിരിക്കുന്നത്. പിന്നെ മമ്മൂക്കാക്ക് ഈ പറഞ്ഞ പോലെ ഈ അവിഹിത കുൽസിത കഥയ്ക്കകത്ത് വന്നിട്ട് എന്ത് കിട്ടാനാ? അതുകൊണ്ട് അയാളും വരുന്നുണ്ടാവില്ല.
കാരണം ഇവരൊക്കെ തലപ്പത്തിരുന്ന സമയത്ത് ഇത്രയും വലിയ ആളുകൾ എന്തിനാ ഇത് നയിക്കാൻ, സ്ത്രീകൾ പോരെ ഇത് നയിക്കാൻ ഈ പറഞ്ഞ കേപ്പബിൾ ആയിട്ടുള്ള വെൽ നോൺ ഫിഗേഴ്സ് അല്ലാത്തവർക്ക് പറ്റില്ലേ എന്നൊക്കെ ചോദ്യം ചെയ്തിട്ടാണ് ഇവരൊക്കെ കയറി വന്നത്. ലാസ്റ്റ് എന്തായി? ഉണ്ട ഒഴുങ്ങിയ പോലത്തെ അവസ്ഥയായി പോയി എല്ലാവരും കൂടിയും ചെയ്ത് വെച്ചിട്ട്. ഇനി ഈ അൻസിബയ്ക്കെതിരെ മതം മാറ്റൽ പരിപാടി ഈ ടിനി ടോം ആരോപിച്ചു എന്നുള്ളൊരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒരു വ്യക്തിയെ മതം മാറാൻ പ്രേരിപ്പിച്ച അൻസിബ ഹസൻ, ആ വ്യക്തിയുടെ അച്ഛൻ തന്നെ പറയുന്നതിൻ്റെ ഒരു ഓഡിയോ കൂടിയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. വർക്ക് ചെയ്യാനായിട്ട് AD ആയിട്ട് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമയില്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ അവരൊന്നിച്ച് നോമ്പ് നോക്കി വൈകുന്നേരം നോമ്പ് മുറിച്ചു എന്നുള്ള സത്യമാണ്. അപ്പം അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടായി. ഇങ്ങനെ എന്റെ മകനെയും ഈ ജിഹാദിയാക്കാൻ അല്ലെങ്കിൽ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള, അത് വെറുതെ മകനോട് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അൻസിബ, ഒരിക്കലും. അതുപോലെ തന്നെ ഞാനും എന്റെ ചെവിയിൽ അങ്ങനെ മതം മാറ്റാൻ സംസാരിക്കുകയോ മതത്തെക്കുറിച്ചോ ഒന്നും അൻസിബയും ആരും സെറ്റിൽ പറഞ്ഞിട്ടില്ല. എന്നെ മതം മാറ്റാൻ ശ്രമിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. മതപരമായിട്ട് പുള്ളിക്കാരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ സ്പിരിച്വൽ ടോക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. നമ്മുടെ എല്ലാ മതവും ഒന്നാണെന്നുള്ള രീതിയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതാണ് എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നത്. ഈ നോമ്പ് നോറ്റു എന്ന് പറയുന്നത് ഇത് അന്ന് ഒരു ദിവസം നടന്നൊരു സംഭവം മാത്രമാണ്. എനിക്കൊരു ആഗ്രഹം, നോമ്പ് നോക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് വൈസ് കുറെ നല്ല കാര്യങ്ങളുണ്ട് എന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ അതിന്റെ കാര്യം അപ്പൊ ഒരു ദിവസം നമുക്കൊന്ന് പിടിച്ചു നോക്കാം, എന്താണ് ഇതിന്റെ ഒരു പരിപാടി എന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ച് അന്ന് ഒരു ദിവസം നോമ്പ് പിടിച്ചു. അത് അൻസിബയായിട്ട് കണക്റ്റഡ് അല്ല, അത് എന്റെ ഫ്രണ്ട്സുമായിട്ടാണ് കണക്റ്റഡ്. ഞാൻ അവര് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചതാണ്. അപ്പൊ അന്ന് യാദൃശികമായി പുള്ളിക്കാരി ആ സെറ്റിൽ ഉണ്ടാവുകയും പുള്ളിക്കാരിക്ക് അന്ന് ഡേറ്റ് ഉണ്ടാവുകയും ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ മതം മാറ്റാൻ ശ്രമിച്ച അൻസിബ ഹസൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പാടി നടന്നിരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതങ്ങനെയല്ല. ഇത് അയാൾ തന്നെ വന്നിട്ട് പറയുന്നു അയാളെ മതം മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളെ വേറെ ഒന്നിനു വേണ്ടിയിട്ടോ അൻസിബ പറഞ്ഞിട്ടില്ല. അയാളുടെ ഫ്രണ്ട് സർക്കിളിനകത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ നോമ്പെടുത്തതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നോമ്പെടുത്ത് ആ ഒരു ടൈമിൽ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന എല്ലാവരും ജിഹാദികളാവും. ഇവർ ഈ എന്താ പറയുക, കുറേ വെൽ നോൺ ഫിഗേഴ്സ്, സെലിബ്രിറ്റീസൊക്കെ ഇവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള പച്ച വർഗീയതയാണ് എന്നൊക്കെ അറിയുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞ ഐറ്റങ്ങളൊന്നും സിനിമ കാണരുത്, ബോയ്ക്കോട്ട് ചെയ്ത് പറഞ്ഞ ഐറ്റങ്ങളൊക്കെ. കാരണം ഇമാതിരി പിഴപ്പുകേട് മനസ്സിൽ വെച്ച് നടക്കുന്ന ചെറ്റപ്പെറുകികളെന്നുള്ളത് നമുക്കറിയാൻ പാടും. ഇവിടെ രാഷ്ട്രീയക്കാരുള്ള മതം വിറ്റിട്ടും നാട്ടുകാരുടെ ഇടയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വർഗീയത കുറ്റി കയറ്റിയിട്ടുള്ള ഒരു സൈഡിൽ കൂടി അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന് പുറമെ കലാകാരെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ സ്നേഹവും ഒരു കൺസിഡറേഷനും ഒരു റെസ്പെക്റ്റും ഉണ്ടാവും നമുക്ക്. ഇമാതിരി ചെറ്റപ്പെറുകിയൊക്കെ ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന പുഴുത്ത ജന്മങ്ങൾക്ക്. ഞാൻ അങ്ങനത്തെ പച്ചയ്ക്ക് പറയാൻ, നിങ്ങൾ തെറി പറഞ്ഞ് പറയാൻ കാരണം എന്താ പറയുക, ഈ വർഗീയത കൊണ്ടു നടക്കുന്ന ഒരു പന്ന മറ്റേ മക്കളും എനിക്ക് പറ്റില്ല. അപ്പോൾ ഈ അസോസിയേഷനകത്ത് ഇനിയിപ്പോൾ വയസ്സായവരായിരിക്കും എന്നൊക്കെ ചിലർ വന്ന് പറയും എന്നോട്. ഞാൻ 1-2 പേരോട് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, അതിപ്പോൾ സായി നമ്മൾ എന്ത് ചെയ്യാനാടാ, വയസ്സായ കുറച്ച് ആൾക്കാർ അതിനകത്തുണ്ട്, അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. വയസ്സായവരാണെന്നുണ്ടെങ്കിൽ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി പറയാൻ പറ്റണം, ആട്ടി ഇറക്കാൻ പറ്റണം. ഇത് ഒന്നും ഇല്ലടേ. ഇതെന്താ അറിയോ, കൂടുതൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പ് ഇൻസൈഡ് പോകുമ്പോൾ ഇവരുടെ അകത്ത് തന്നെ മതം പറഞ്ഞുള്ള വർഗീയതയുണ്ട്, ജാതി പറഞ്ഞുള്ള വർഗീയതയുണ്ട്, രണ്ടും ഉണ്ട് ഇതിനകത്ത്, കുറ്റങ്ങളകത്ത്. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ, എന്നെ ടെർമിനേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീന കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാല് എന്താണ് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതൊക്കെ ഇങ്ങനെ ഏത് പെണ്ണ് അവിടെ പെണ്ണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല അതുല്യ മുമ്പതിന്റെ കൂടെ അങ്ങനെ നിന്നത് വീഡിയോ എടുത്ത്. ഞാൻ പറഞ്ഞു ആര് വീഡിയോ എടുത്തത്? അത് ശരിയാ, അതുല്യ വേണ്ട. അപ്പൊ അതുല്യ വീഡിയോ എടുത്ത് നോക്കാം, വേറൊരു സ്ത്രീയോടെ വന്നത് ലെവലായാലും ഇങ്ങനെ ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, പെണ്ണുങ്ങളൊന്നും വേണ്ട മേഡം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെണ്ണൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അന്ന് നമ്മള് ഇത് മാത്രം ആക്കല്ലേ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. ഇവിടുത്തെ ഉണ്ണിസാഹ എല്ലാം സോൾവ് ആവും, ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോ ചിലാണ്
അപ്പൊ അതിന് മോദിന് ഒരു പ്രശ്നം വരില്ല, ആരും അറിയില്ല. സ്ത്രീപക്ഷ പ്രോഗ്രസീവ് മുഖമായി നിന്ന, ഫെമിനിസ്റ്റ് മുഖമായി നിന്ന കുക്കു പരമേശ്വരൻ, അവരുടെയൊക്കെ റിയാലിറ്റിയാണ് കേട്ടോ ഈ സെക്യൂരിറ്റിയൊക്കെ വിളിച്ച് പറയുന്നത്. അതായത് ഒരു ഹണി ട്രാപ്പ് സെറ്റപ്പിലേക്ക് അതുല്യ, അതായത് ഇവിടുത്തെ ഒരു ഓഫീസ് സ്റ്റാഫാണ് ഈ അതുല്യ. ഇവരുടെ ഈ പുഴുത്ത ക്രിമികടി പരിപാടികൾക്കൊന്നും ആ ലേഡി കൂട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരിതിനെതിരെ ഒരു കേസായിട്ട് പോകുമെന്നോ, അല്ലെങ്കിൽ അവരിതിനെതിരെ ജനറൽ സെക്രട്ടറിയുടെയും ഈ ട്രഷററുടെയും ഒക്കെ ഈ പറഞ്ഞ അപരാധങ്ങൾ പ്രസിഡന്റിനെ അറിയിക്കുന്നൊക്കെ ആയ സമയത്തേക്ക് ഈ അതുല്യയെ ഇവർക്ക് വെട്ടണം. അതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീനെ ഉപയോഗിച്ച് ഹണി ട്രാപ്പാണ് അതുല്യ എന്നുള്ള രീതിയിലൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി നടന്ന കുക്കു നാണോ മാനോ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോണം. മനസ്സിലായോ? നാട്ടുകാരെ പൈസയ്ക്കാണ് കുക്കു സെലിബ്രിറ്റിയും കിക്കു പൊക്കും ഒക്കെ ആയത്. അപ്പോൾ ആ നാട്ടുകാരെ മുന്നിക്കാണ് ഇമാതിരി തെമ്മാടിത്തരങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ ബാക്കിൽ പ്ലാൻ ചെയ്തു എന്നുള്ള കഥകളൊക്കെ പുറത്തു വരുന്നത്. ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നാളെകളിൽ വന്നിട്ട് ഇനി സ്ത്രീക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അലറമോളിട്ട് കരയാൻ പാടില്ല എവിടെയും വന്നിട്ട്. ഇവരെ ഞാൻ ആദ്യം നോട്ട് ചെയ്തിരുന്നു. ആ രഞ്ജിത്തിൻ്റെ കേസ് വന്നപ്പോഴേ ഒരു ദിവസം ഒരു ഇവൻറ്റിലെങ്ങാണ്ട് നിന്ന സമയത്ത് മീഡിയ പോയിട്ട് ഇവരോട് ചോദിച്ചു, രഞ്ജിത്തിൻ്റെ കാര്യം അറിഞ്ഞില്ല? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഇവർ ഈ രഞ്ജിത്ത്, ഈ ഉണ്ണി ശിവപാൽ എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ എന്താ പറയുക വൃദ്ധ കോഴികളുടെ പിന്നാലെ നടന്ന് അവർ കാണിക്കുന്ന അപരാധിത്തരങ്ങൾക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് നിന്ന് കൊട പിടിച്ച് വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന സെറ്റപ്പിൽ നടക്കുന്ന ഒരു വാൾക്കെയർ പൊട്ടി. അതിനപ്പുറത്തേക്കൊന്നും ഇവരൊന്നും ഇല്ല. ഇവരെ ഈ അസോസിയേഷനും പരിപാടിയൊക്കെ മേടിച്ചിട്ട് ആരെങ്കിലും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ MMA അസോസിയേഷനകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അവർക്ക് ലൈഫിൽ ഒരുപാട് സപ്പോർട്ട് വേണ്ട ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ആ ആർട്ടിസ്റ്റുകൾക്കെങ്കിലും നല്ലത് കിട്ടുന്ന രീതിയിൽ ഈ ഒരു സംഘടന മുന്നോട്ട് പോകണം എന്നുള്ളത് അതൊരു ആവശ്യമാണ്. അത് ഇമാതിരി എന്താ പറയുക കഴിവില്ലാത്ത പേപ്പറുകളുടെ കയ്യിലിരുന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതൊക്കെ അടുത്തൊരു അഡോബ് കമ്മിറ്റി ഉണ്ടാക്കി ഒരു ജനറൽ ബോഡി കൂടി പുതിയൊരു എലക്ഷൻ വെച്ച് ആൾക്കാർ ഓരോന്നോരായിട്ട് ഇടവേള ഇൻ്റർവെൽ ബാബുവിനെങ്കിലും കൊണ്ടുപോവാ, ഇൻ്റർവെല്ലെങ്കിലും വന്ന് പണിയെടുക്കുക. അയാൾ ഇതിനായിട്ടുള്ള ഒരു മനുഷ്യനെ വന്നുള്ളൂ. സിനിമയും അയക്കില്ല, അപ്പോൾ പിന്നെ ഈ പണിയെങ്കിലും നടക്കട്ടെ. വർഷങ്ങളായി എടുത്ത എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അയാൾക്ക്. അപ്പോൾ ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിൻ്റെ പിന്നാലെ നീന കുറുപ്പ് ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ളൊരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നീന കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിമായിരുന്നു കളിക്കേണ്ടിയിരുന്നത്, അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. മോളെ, നമ്മൾ എപ്പോഴും വിക്ടിം ആണ് കളിക്കേണ്ടത്. നമ്മൾ ഒഫൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയി പീപ്പിൾ വിൽ നോട്ട് സപ്പോർട്ട് യു. നമ്മൾ അതേപോലെ എന്നെ അവർ വിക്ടിമൈസ് ചെയ്തു എന്നതില് നമ്മൾ സ്ട്രോങ് എന്താണ്. പിന്നെ അതേപോലെ ലക്ഷ്മിപ്രിയന്റെ കാര്യത്തിൽ മായനെ കൊണ്ട് കത്തെഴുതിപ്പിച്ചു എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ്? മായനെ കൊണ്ട് കത്തെഴുതിപ്പിച്ചത് ഞാൻ കേട്ടതാണ്. അവിടെ ഇരുന്നവർ ഫോൺ ചെയ്ത് ഇത് ഈ ലക്ഷ്മിപ്രിയയുടെ കാര്യം മാത്രമല്ല, അവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നു, ഇത്ര എമൗണ്ട് കുടുംബ സംഗമത്തിന് മുടക്കിയെന്നും പറഞ്ഞ് ഇവരിരുന്ന് പറയുന്നതിന് ക്യാമറ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അത് പറഞ്ഞു. ക്യാമറ ചെക്ക് മായ പ്രശ്നം ഉണ്ടാക്കുമ്പോ മായനോട് പറഞ്ഞോ, നോക്കി നീ മെയിൽ അയച്ചോ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ അല്ലേ മോളെ? അതെ, ഇത് മെയിൽ ക്യാമറ ചെക്ക് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നും ഇവരെ ഓഫ് ഡേ അവിടെ വന്നിരുന്നവരെ സ്വീകരിച്ചതും ഞാൻ ചായ ഇട്ടതും ഇവരോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഉൾപ്പെടെ ധൈര്യമുണ്ടെങ്കിൽ ക്യാമറയിലെ ഓഡിയോ പുറത്തുവിടട്ടെ. അങ്ങനെ ഈസിയിലല്ലേ ചോദിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു പ്രശ്നം നമ്മുടെ ഇടയിൽ ആക്കേണ്ടിയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആ ടിനി ടോമയും സിജോയ് വർഗീസ് എങ്കിലും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടേനെ അവിടെ, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്. കാരണം അവർ കുക്കുവിനെ എതിരായിട്ടാണ് പ്രവർത്തിക്കുള്ളൂ. അവർ ആ ക്വസ്റ്റ്യൻ ഇട്ടേനെ. ആ ഇട്ടിരുന്നെങ്കിൽ ആ നിമിഷം അതിനെ പറ്റിട്ട് ഒരു മീറ്റിംഗ്, അതിന് എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് വന്നേനെ. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുക വിക്ടിം ഗെയിം കളിക്കണം. ഇത്രയും ഹരാസ്മെന്റ് വർക്ക് പ്ലേസിൽ ഇത്രയും ഹരാസ്മെന്റ് സഹിച്ച് ഓവർ ടൈം അവരെ കൊണ്ട് വർക്ക് ചെയ്യിച്ച് അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവരെ ഇനീഷ്യേറ്റ് ചെയ്യിച്ച് എല്ലാം ചെയ്യിച്ച ആളുകൾ അവർക്കെതിരെ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോളെ എന്നല്ല പറയുന്നത്. വിക്ടിം ഗെയിം കളിക്കണം. ഞാൻ വിക്ടിം ഗെയിമാണ് കളിച്ചത്. ഇത് ലക്ഷ്മിപ്രിയയും നീന കുറുപ്പും കൂടിയുള്ളൊരു അടി സീന് വാട്സാപ്പ് മെസ്സേജ് ചോർന്നതും ലക്ഷ്മിപ്രിയയുടെ പ്രാക്കൊക്കെ നമ്മൾ കേട്ടതാണ്. അന്നപ്പം നീന കുറുപ്പ് വളരെ വൃത്തിയായി വിക്ടിം ഗെയിം കളിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളത് അവർ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് യൂണിവേഴ്സ് ഇടയിൽ ഇതൊക്കെ
ഇവർക്ക് വെറുതെ അല്ല സിനിമയൊന്നും കിട്ടാത്ത. കാരണം ഇത് തീർന്നിട്ട് വഴിയില്ലല്ലോ ലൈഫിൽ വേറെ. ഈ അച്ചിന്നോണയും പരിദൂഷണവും പറഞ്ഞിട്ട് അവിടുത്തെ ഇപ്പം എല്ലാവരും പറയും കാറിലിരുന്ന് ഞാനാണ് പരിദൂഷണ കമ്മിറ്റി, ഞാനാണ് അച്ചിന്നോണയും പറയുന്നത്. ഞാനൊക്കെ വെറും 144 പീറ്റങ്ങളെ മുന്നിൽ. ഒന്നും അല്ലടേ. ഇവരാണിത് റിയാലിറ്റിയിലുള്ള ആൾക്കാർ, ഇത് ഗെയിമേഴ്സ്, മനസ്സിലായോ? ക്ലച്ച് പ്ലെയേഴ്സ് ഇവരാണ്. ജാതി ഐറ്റങ്ങൾ. മോനെ, ഈ അതുല്യയുടെ കേസ് വേണമെന്നുണ്ടെങ്കിൽ നാളെ വേറൊരു കോണ്ടന്റ് ആയിട്ട് ചെയ്യാൻ മാത്രം ഉണ്ട് കേട്ടോ. കാരണം ഈ സെക്യൂരിറ്റീനോട് വർത്താനം പറയുന്നത് ആ ഓഡിയോ 45 മിനിറ്റുള്ള ഓഡിയോ ആണ്. അതിനകത്ത് എന്തൊക്കെയാണ് പറയണതെന്നാ അതിനകത്ത് നടക്കുന്നത്. ഈ AMMA ആ ബിൽഡിങ്ങിനകത്ത് ഇവർ പലരും വന്നു പോണതും ഇവർ റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ പല കേസുകളും അതിനകത്ത് പറയുന്നുണ്ട്. ഈ ക്യാമറ വെച്ച് അതിനകത്ത് റെക്കോർഡിങ് വെച്ചോടുകൂടി അവിടെയുള്ള സകല സാധനങ്ങളും പുറത്തു വരുന്നത് കൊണ്ട് 10-25 റൂമും ഉണ്ട് ഇതിനകത്ത്. ഇതെന്തോന്നാണ് ഇതിനകത്ത് നടക്കുന്നത്? ഇനി ആലപ്പി അഷ്റഫ് അങ്ങേരുടെ വീഡിയോ വ്ളോഗ് തുടങ്ങിയത് മുതൽ പല സാധനങ്ങളും സിനിമയിലുള്ളത് അങ്ങേര് വിളിച്ച് പറയാറുണ്ട്. ഈ വിഷയത്തിലും അങ്ങേര് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊതുസമക്ഷം ആവലാതികൾ പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നത് അൻസിബ ഹസനാണ്. തന്റെ നേരെയുണ്ടായ മാനസിക പീഡനവും ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെയുമാണത്. അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ആയിരുന്നല്ലോ. അങ്ങനെ അവരെ തെരഞ്ഞെടുക്കണമെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും അടുപ്പവും എത്രയുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർക്കെങ്കിലും അവളോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. ചിലരൊക്കെ പറയുന്നു തീവ്രവാദി എന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന്. എന്നാൽ എന്നോട് ഇതിന്റെ ഒരു ഭാരവാഹി സ്ത്രീ സംസാരിച്ചപ്പോൾ അൻസിബയെ ഇതേ വാക്ക് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിരുന്നു. അല്ല, ഭാരവാഹികളാണ് ഒരു സ്ത്രീയെക്കുറിച്ച് അവരുടെ മതം വെച്ച് അവരെ പറഞ്ഞ് ഹരാസ് ചെയ്യുക, ലാലേട്ടനെ പറഞ്ഞ് ഹരാസ് ചെയ്യുക. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിൽ. ആലപ്പി അഷ്റഫ് വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടോ, വളരെ നന്നായി. ഇനിയിപ്പോൾ ഇയാളെ ഞാൻ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് തെളിവ് പോലെ എടുത്തിട്ട് ജനറൽ ഇതിന് മീറ്റിങ്ങിൽ കൊണ്ടുപോയി ഇയാളെ ഇന്ന് തെളിവുകൾ വാങ്ങി ആരത് പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് അവിടേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ ഇതൊരു അസോസിയേഷൻ വരെയായിരിക്കും മുന്നോട്ട് പോകും. അല്ലാതെ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അൻസിബ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്, അല്ലെങ്കിൽ അതിന് തെളിവുകളുണ്ടെന്ന് അൻസിബ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏറെക്കുറെ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ. കാരണം അൻസിബയല്ല, നീന കുറുപ്പും അല്ല, ഇവർ രണ്ടുപേരും അല്ലാതെ ആലപ്പി അഷ്റഫിൻ്റെ അടുത്ത് വേറെ കുറച്ച് ആളുകൾ അവിഹിതവും പറഞ്ഞിട്ടുണ്ട്, മതപരമായിട്ട് വർഗീയതയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അൻസിബ ഈ ഒരു പൊസിഷനിലേക്ക് രമേഷ് പിഷാരടി മാറിയപ്പോൾ വന്നതാന്നുള്ളത് രമേഷ് പിഷാരടി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വാട്ടെവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സംഘടനയുടെ തലപ്പത്ത് വരുമ്പോൾ വരെ മതമാണ് പ്രശ്നം. അങ്ങനെയുണ്ട്. ഇനി അടുത്ത കേട്ടോ. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്, ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീന കുറുപ്പ് ചേച്ചി വന്നു. നീന കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതിന് വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഈ ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന്. സംസ്കാര സമ്പന്നനും വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള ജഗദീഷിനെ ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ച് ചവിട്ടി മെതിച്ചപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പല കപട മുഖങ്ങളും ഇതിനകത്ത് കടന്നു കയറി ആധിപത്യം ഉറപ്പിച്ചത്. ജഗദീഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ആദ്യം രംഗത്തെത്തിയത് മാലാ പാർവതിയായിരുന്നു. കെട്ടുകഥകൾക്ക് തിരക്കഥ രചിച്ചതും അവർ തന്നെയായിരുന്നു. ഇപ്പോൾ അവർ ചെയ്ത പാതകത്തിന് മാപ്പ് ചോദിച്ചുകൊണ്ട് അലമുറയിട്ട് കരയുകയാണ്. ഇതിനാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന്. ജഗദീഷ് ആയിരുന്നു തലപ്പത്തെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയുന്നു, ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളൊന്നും തന്നെ ജഗദീഷിനില്ല. കാര്യങ്ങൾ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. ഇനിയും സമയമൊന്നും വൈകിപ്പോയിട്ടില്ല. അമ്മയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ ജഗദീഷ് തന്നെ എത്തേണ്ടതുണ്ട്. ഹൻസിബ ഹാസന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരുടെ ഇട്ട വോയിസ് ആണ് ആ പുറത്ത് ആലപ്പേഷഫ് ഇട്ടത്. ഇത് തന്നെയാണ് അവർ ചാനലുകളിലൊക്കെ വന്ന് പറഞ്ഞതും അവരുടെ കൺസേൺ ഒക്കെ അവർ വെച്ചത്. ഇതിൽ ആലപ്പേഷഫ് പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങനെ സംസാരിച്ചു വന്ന സമയത്ത് ജഗദീഷിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. നമുക്കറിയാം AMMA അസോസിയേഷനിലെ ഇലക്ഷൻ ടൈമിൽ എല്ലാവരും നോക്കിക്കണ്ടിരുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഈ മനുഷ്യൻ വരണം അല്ലെങ്കിൽ വന്നിരുന്നെങ്കിൽ എന്നായിരുന്നു. പക്ഷെ അവിടുത്തെ ബാക്കി ഇന്നർ പൊളിറ്റിക്സും പിന്നെ ഈ സ്ത്രീ സംവരണവും എല്ലാം കൂടിയും കൂട്ടിക്കുഴഞ്ഞ് വന്ന സമയത്ത് അങ്ങേർക്ക് ആ പ്ലേസ് അവിടെ പോയി കിട്ടി. പറഞ്ഞത് ശരിയാണ്, അയാൾ വന്നിരുന്നെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാതെ ഇതെല്ലാം ഒന്ന് സോർട്ടായിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ അയാൾ വന്നാൽ ഈ മുകേഷ് അടക്കമുള്ളവർ വെറുതെ ഈ മുകേഷിൻ്റെ ഒരു സാധനമുണ്ട്. ഇപ്പം അടുത്ത് വന്നതാ കുറച്ച് ദിവസം മുമ്പ് ജഗദീഷിനെതിരെ. ഹലോ മുകേഷ് ചേട്ടാ, മറ്റേ മുകേഷിന്റെ ഒക്കെ പുതിയൊരു പടം വരുന്നുണ്ടല്ലോ, ഉടനെ വല്ല റിലീസ് ആകുമായിരുന്നു? മറ്റേ പഴയ ജഗദീഷ് ചേട്ടന്റെ തിരുവല്ലയെന്നേട്ടാ. ചേട്ടൻ ഭയങ്കര ഒരു ഫാനാ. മറ്റേ ഉടനെ വല്ലോ റിലീസ് ആകുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. പേര് ശ്രീകുമാറിനേട്ടാ. ചേട്ടനും മറ്റേ ജഗദീഷ് ചേട്ടനും മറ്റേ അതന്നെ. ഞാൻ ചേട്ടനെ നേരത്തെ എന്റെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെ വിളിക്കുമ്പം ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്നാരാണ് വിളിക്കുന്നത്, ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ? സാമാന്യ മര്യാദ വിളിച്ചിട്ട് ഇപ്പൊ പുതിയ പടത്തിന്റെ പള്ളി പോയി പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് വേണ്ട കേട്ടോ. കൊണ്ട് കളഞ്ഞില്ലയോ? ഫ്രണ്ട്ഷിപ്പ് മുഴുവൻ കൊണ്ട് കളഞ്ഞില്ല. ജഗദീശിനെ വിളിക്കാം, അവൻ പാട്ടി, അവൻ റാസ്കൽ. മുകേഷിനെ ആരോ ഫോൺ വിളിച്ച അറിയാതെ വായന്ന് ജഗദീഷ് വന്നുപോയി. ജഗദീഷ അവൻ പാട്ടി, അവൻ റാസ്കൽ. ഇതാണ് ഇവർക്ക് തമ്മിലുള്ള പ്രശ്നം. ജഗദീഷിനെ കണ്ടെടുത്താൽ മുകേഷിനെ കണ്ടുകൂടാ. ഇനി വേറെ ആർക്കെങ്കിലും പ്രശ്നം. എന്നിട്ട് ഇവരൊക്കെ തമ്മിൽ ഇത് നേരിട്ട് പറയുന്നില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇത് പറഞ്ഞൊക്കെ ആയിട്ട് ഇത് പുറത്ത് വരും. എന്തൊരു ഗതികെട്ടൊരവസ്ഥ അല്ലേ. ഇനി ഇതിലാകെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ആ AMMA അസോസിയേഷനകത്തുള്ള യഥാർത്ഥ റിയാലിറ്റി എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ അസോസിയേഷൻ എന്തിനുള്ളതെന്നുള്ള റിയാലിറ്റിയൊക്കെ പറഞ്ഞത് രമേശ് പിഷാരടിയാണ് കഴിഞ്ഞ ദിവസം. സംഘടന പലതരത്തിൽ സംഘടനയ്ക്കുള്ളിലുള്ള ആളുകളെ സഹായിക്കുക എന്ന് മാത്രമല്ല, ഞാൻ 500 ആളുകൾ എന്ന് പറഞ്ഞതിൽ ആ 500 ആളുകളെ നിരത്തി നിർത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താൽ ഒരുപക്ഷെ എനിക്കറിയാം, നമുക്കറിയാം. അതിനപ്പുറം പുതുതലമുറയിലോ അല്ലെങ്കിൽ തൊട്ട് ബാക്കിലുള്ളവരോട് ചോദിച്ചാൽ ഒരു 250-ലധികം ആളുകളുടെ പേര് പോലും ഒരുപക്ഷെ ആരും അറിഞ്ഞുകൊള്ളണമെന്ന നിർബന്ധമില്ല, അറിയാവുന്നവരും ഉണ്ടാകാം. അപ്പോൾ ആ സംഘടനയിലെ വരുമാനമുള്ള അല്ലെങ്കിൽ അവരുടെ പ്രശസ്തിയോ കഴിവിനെയോ പണമാക്കി മാറ്റാൻ ശേഷിയുള്ള കുറച്ച് ആളുകൾ കൂടി നിന്നുകൊണ്ട് അല്ലാത്തവരെ, കാരണം സിനിമയിലുള്ള ഒരാൾ പോപ്പുലറായി കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് പിന്നെ മറ്റൊരു ജോലി ചെയ്താൽ അതും വീഡിയോ എടുത്ത് ഇയാൾ നിൽക്കുന്ന കണ്ടോ, ഇയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്ന് പറയുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് ഇവർക്ക് മറ്റു ജോലികൾക്ക് പോകാൻ തന്നെ പറ്റുന്നില്ല. പലരും വാർദ്ധക്യത്തിലെത്തി നിൽക്കുകയാണ്. ഇവരുടെ
നിത്യവൃത്തിക്ക് ആവശ്യമായ പണം സമാഹരിച്ചു കൊടുക്കുകയും ഒപ്പം എൻ്റെ അറിവിൽ വെള്ളപ്പൊക്കം വന്നപ്പം ഏതാണ്ട് ഒരു ഷോ ചെയ്യുകയും 5 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുക്കുകയും ചെയ്തു. വ്യക്തിപരമായി സംഘടന ആദ്യം 10 പിന്നെ 40 കൊടുക്കുകയും ചെയ്തു. ഇതിലുള്ള അംഗങ്ങൾ 25, 50, 30 ലക്ഷങ്ങളൊക്കെ വെച്ച് കൊടുത്ത് എൻ്റെ ഒരു 7-8-9 കോടി രൂപയെങ്കിലും ഒരു വെള്ളപ്പൊക്കം വന്നപ്പോഴും കോവിഡ് വന്നപ്പോൾ മൊബൈൽ ഫോണുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിലാണെങ്കിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പറ്റാവുന്ന രീതിയിൽ അത്ര ലൗഡറല്ലാതെ സമൂഹത്തിൽ ഇടപെടുകയും ആഭ്യന്തരമായി അതിനകത്തുള്ളിലുള്ള ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ വെൽഫെയർ സംഘടന എന്നുള്ള രീതിയിലുള്ള സംഘടനയാണ്. അപ്പോൾ അതിനകത്ത് ഉള്ള കാര്യങ്ങൾ ഈ 500 പേരല്ലേ ഉള്ളൂ. അത് വളരെ എളുപ്പത്തിൽ അകത്ത് ആഭ്യന്തരമായി ചർച്ച ചെയ്ത് തീർക്കാതെ ഒരു ഡിജിറ്റൽ കണ്ടന്റായി അല്ലെങ്കിൽ ആളുകൾക്ക് പറഞ്ഞ് ചിരിക്കാവുന്നൊരവസ്ഥ എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പറഞ്ഞ് ചിരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതില്ല, അത് പരിഹരിക്കേണ്ടതുണ്ടെന്ന് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ ഞാൻ വിളിച്ച് സംസാരിച്ചു ഇവരോട് എല്ലാവരോടും. ഞാൻ അവരോട് സംസാരിച്ച മാറ്റർ ഞാൻ പറഞ്ഞ ഈ കാര്യം പറഞ്ഞിട്ട് അതൊരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ പൊതുവായിട്ട് മാധ്യമങ്ങളിൽ പറയുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കൊരു മെച്യൂരിറ്റി മെഷീൻ ഇല്ലല്ലോ. നമ്മളെ ഏൽപ്പിക്കുകയാണ്. നമ്മളൊരു സാഹചര്യത്തിൽ എല്ലാവരും കൂടെ ഇത് പറയുന്നു, ഇത്തരത്തിലൊരു മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞു. നമ്മൾ അനിവാര്യമായ മാറ്റം അവിടെ വരുത്തുകയാണ്. ഇതിൻ്റെ സംഘാടനം എന്ന് പറയുന്നതിനകത്തൊരു വലിയ ഏരിയ കിടക്കുന്നുണ്ട്. അത് അത്ര എളുപ്പമല്ല. ഞാൻ 500 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാലും വലിയ തിരക്കുകളിൽ പല സ്ഥലങ്ങളിൽ വളരെയധികം പോപ്പുലറായ വളരെ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളുള്ള ഒരു സംഘടനയാണ് ഇതിൻ്റെ ഒരു വിഭാഗം. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് കൊട്ടിക്കൊണ്ട് പോവുക. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ആഭ്യന്തരമായ കലഹങ്ങൾ പൊതുസ്ഥലങ്ങൾ അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളിൽ പറയുന്നത് കൊണ്ടാണ് ഇത്രയും ഇതാണ്. ഞാൻ അതാ പറഞ്ഞു, മറ്റേതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലും ഇത്രയും വാർത്താ പ്രാധാന്യത്തോടെ നമ്മൾ എടുക്കില്ല. ഇപ്പോൾ രമേശ് പിഷാരടി പറഞ്ഞാണ് അതിൻ്റെ റിയാലിറ്റി. 500 മെമ്പേഴ്സ് 600 ഇനി എത്ര മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയാണെന്നുണ്ടെങ്കിലും അതിൽ ഇപ്പോൾ കറൻ്റ്ലി പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതും അറിയപ്പെടുന്നതുമായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അവർ മുന്നിൽ നിന്നാലേ ഇതിലേക്ക് ഏതൊരു സംഘടനയ്ക്കും, ചാരിറ്റബിൾ ട്രസ്റ്റ് പോലത്തെ ഒരു സംഘടനയാണ്, വെൽഫെയർ സംഘടനയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ആരാണ് അതിലേക്ക് ഫണ്ട് കൊണ്ടുവരാൻ പറ്റിയ മുഖങ്ങളുള്ളത്, അവർ നിൽക്കണം മുന്നിൽ എന്നുള്ളതാണ്. അവരുടെ വോയിസിന് സൗണ്ട് ഉണ്ടാവുള്ളൂ, അവരുടെ വോയിസിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. അതിനു പകരം എവിടെയും ഒന്നും ഒരു പ്രൊജക്റ്റും ഇല്ലാത്ത, ഇതിനൊന്നും മുഖം കാണിച്ചാലും എവിടെ ഒരാളൊന്നും റെസ്പെക്റ്റും ചെയ്യാത്ത കുറേ എണ്ണത്തിനെ പിടിച്ചിട്ട് എങ്ങനെ ഇരിക്കും? പിന്നെ ഈ സംഘടന എന്തിനെന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ സംഘടനയ്ക്കകത്തുള്ള കുറേ ആളുകൾക്ക് എന്തില്ല, വർക്കില്ല. ഇപ്പോൾ ഈ വർക്കില്ലാത്തൊരു വിഷയം വരുമ്പോൾ ഇവർക്ക് വേറെ, ഇപ്പോൾ സിനിമാക്കാരായിട്ട് ഒരു ജീവിതം മുന്നോട്ട് പോയിരുന്ന ആളുകൾക്ക് ഈ സിനിമ വിട്ട് പിന്നെ പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും സൊസൈറ്റിയിലുണ്ട്. സിനിമ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് 10 റീൽ ചെയ്താൽ ഇത് റീലിലേക്ക് പോയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ ഫണ്ട് കൊണ്ടുവരാനും ഇതിനകത്ത് നമ്മൾ പോലും അറിയാത്ത കുറേ പേര് ഇവർ സഹായിക്കുന്ന മെമ്പേഴ്സായിട്ട് സഹായം കിട്ടാൻ വേണ്ടി നിൽക്കുന്നവരുമായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഇത് എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മുഖങ്ങൾ വേണം. സ്ട്രെങ്ത്തുള്ള മുഖങ്ങളായിരിക്കണം, സൗണ്ടുള്ള മുഖങ്ങളായിരിക്കണം. അല്ലാതെ ഇത് നാളെ ഞങ്ങളങ്ങോട്ട് എടുത്ത് മലർത്തിയിടും, ഞങ്ങളങ്ങോട്ട് പുതിയൊരു സംഭവമാക്കും എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുടെ പോരായ്മകൾ ഇപ്പോൾ എക്സ്പോസ്ഡായി. അപ്പോൾ ഇത് പുറത്ത് വന്നിട്ട് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇത് 4 ആളെ മുന്നിൽ ഡിജിറ്റൽ മീഡിയയിൽ കൊണ്ടുവന്ന് തമ്മിലട്ടി സോഷ്യൽ മീഡിയയിലിട്ട് അടിച്ച് തീർക്കുക, അങ്ങനത്തെ പരിപാടികളിലേക്ക് അവർ ഇമ്മച്ചുവർ ആയതുകൊണ്ടാണ് പോകുന്നത്. ലാലേട്ടനോ മമ്മൂക്കയോ ബാക്കി ടീമോ അതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റേബിളാണ്, അവർ മെച്ചുവറാണ്. അവർക്ക് സൊസൈറ്റിയിൽ അവരെന്താണെന്നുള്ളത് അറിയാം. ഇപ്പം ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ചൊരു ബോധവും പുസ്തകവും വിവരവും ഇല്ല. അവർക്ക് അവർ ഈഗോ കാരണം ഇത് തമ്മിൽ അടിച്ചു തീർക്കണം എന്നുള്ളത് മാത്രമാണ്. പീറ്റങ്ങളൊക്കെ പിടിച്ച് പുറത്തിടുക, അഡോക് കമ്മിറ്റി വയ്ക്കുക, അടുത്ത ജനറൽ ബോഡി കൂടുക, അടുത്തൊരു പുതിയൊരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു സാധനത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പുതിയൊരു കമ്മിറ്റി, പുതിയൊരു ജനറൽ ബോഡി, പുതിയൊരു കമ്മിറ്റി, പുതിയൊരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, പുതിയ സെക്രട്ടറി, പുതിയ പ്രസിഡൻറ്റ്. അല്ലെങ്കിൽ ഇതെല്ലാവർക്കും കണ്ടൻറ്റാണ്. ന്യൂസുകാർക്കും നല്ല കണ്ടൻറ്റാണ്, സോഷ്യൽ മീഡിയക്കും നല്ല കണ്ടൻറ്റാണ്. കാരണം എന്താ, അവിഹിത അപരാധ കുൽസിത അങ്ങനത്തെ സാധനങ്ങളാണല്ലോ ഇത്. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും.